പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വേനൽക്കാലത്ത് ഈ അത്യുഗ്രമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തെ നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു. വെതറെന്നൊക്കെ പറയും. വെതർ കാലാവസ്ഥ മാത്രമല്ല, നാട്ടിൻപുറത്തെ ചൂടുകുരുവിന് വെതറെന്ന് പറയും. അതിന് ഉത്തമമായ ഒരു റെമഡിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്, എല്ലായിടത്തും കാണുമല്ലോ. ഇതോ ആര്യവേപ്പിൻ്റെ ഇല, തളിരില വേണമെന്നില്ല, മൊത്തം എടുക്കാം. ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല. അടുത്തത് തുളസി. തുളസി. ഈ തുളസിയുടെ ഇല ഒരു പിടി തുളസിയില. ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. അതിലും നല്ലത് പച്ചമഞ്ഞൾ പോലെ തന്നെ ഇരിക്കും. കടയിൽ നിന്ന് ഉണക്കമഞ്ഞൾ കിട്ടും. ആ ഉണക്കമഞ്ഞളിനെ കൊണ്ടുവന്ന് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ അത് കുതിർന്ന് പച്ചമഞ്ഞൾ പോലെ കിട്ടും. ഒരു തരി ഉപ്പ് പൊടി, ഒരു തേങ്ങയുടെ വെള്ളത്തിൽ കുറച്ച്, ഇത് അരയാനുള്ള പാകത്തിന്, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഞാൻ അരകല്ലിലാണ് അരയ്ക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അരകല്ലൊന്നും നമ്മൾ ഉപയോഗിക്കാതെ കിടക്കല്ലേ, അതുകൊണ്ട് അതിന് എരിവുമൊന്നുമില്ലല്ലോ. എന്നിട്ട് അത് ചൂടുകുരുവുള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഒരു അരമണിക്കൂർ അത് പുരട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ അത് വാഷ് ചെയ്തിട്ട് കുളിക്കുക. ഇങ്ങനെ ഒരു ദിവസം 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ചൂടുകുരു താനെ മാറും. നമുക്ക് നല്ല കുളിർമ കിട്ടും, ആശ്വാസം കിട്ടും. ഇനി കുട്ടികൾക്കും ഇത് വരട്ടി കൊടുക്കാം. കുട്ടികൾക്ക് ഇനി അഡീഷണലായിട്ട് വേറൊരു റെമഡിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻറ്റ് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പറയുന്നതാണ് ഞാൻ ഈ റെമഡികളും ടിപ്പുകളും ഒക്കെ. അതായത് ഇളനീര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മേടിക്കാം. ഇളനീരിൻ്റെ വെള്ളവും കരിക്കും കൂടെ സമൂലം അരയ്ക്കുക. ഇളനീരിൻ്റെ വെള്ളത്തിൽ ആ കരിക്കിനെ അരച്ചിട്ട് അത് കുട്ടികളുടെ ശരീരത്തിലൊക്കെ പുരട്ടി കൊടുക്കുക. പുരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറമേലെ, കുട്ടികളുടെ ആകുമ്പോൾ ഒരു അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റ് മതി, വാഷ് ചെയ്ത് അങ്ങനെ 3-4 പ്രാവശ്യം. ഒരു തവണ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ കൂട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് എടുക്കാം. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. നിറയെ വെള്ളം കുടിക്കണം. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യണം. ഈ ചൂട് വല്ലാണ്ട് കുട്ടികളെയും വലിയവരെയും മധ്യവയസ്കരെയും ചെറുപ്പക്കാരെയൊക്കെ അലട്ടുന്നുണ്ട്. ഇന്ന് കൂടുതൽ ചൂടാണെന്നാണ് പറയുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പേ സൂര്യൻ അത്യുച്ചസ്ഥായിയിൽ ഇറങ്ങിയിരിക്കുകയാണ്, ഉദിച്ചുയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആരോ ഒരു തമാശ പറയുന്നത് കേട്ടു. എന്താണെന്നാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാത്രേ ഈ മഴയില്ലാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? റെയിൻ ഗോ അവേ എന്നാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ പറയുകയാണ് റെയിൻ ഗോ അവേ എന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലേ പെട്ടെന്ന്. അപ്പോൾ കുട്ടികളിങ്ങനെ റെയിൻ ഗോ അവേ എന്ന് പറഞ്ഞാത്ര ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് മഴ പോയതെന്ന്. എനിക്കത് കേട്ടിട്ട് ഞാൻ ഊറി ചിരിച്ചു. അല്ലാത്തൊരു കണ്ടുപിടുത്തമായിപ്പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് പണ്ടത്തെ മഹർഷിമാരാണെങ്കിൽ അവർ തപസ് ചെയ്തൊക്കെ മഴ പെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ഹോമങ്ങൾ നടത്തി മഴ പെയ്യിച്ചിട്ടുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള നല്ല റെമഡികൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ ഈ അത്യുഷ്ണത്തിൽ നിന്ന് രക്ഷിക്കാം. എല്ലാവരും ഇത് ചെയ്യണം. എന്തൊക്കെയാണ്? ആര്യവേപ്പിൻ്റെ ഇല, തുളസിയില, ഒരു കഷ്ണം മഞ്ഞൾ, പിന്നെ ലേശം ഒരു തരി ഉപ്പ് ഒഴിവാക്കാം. അപ്പോൾ ലേശം പൊടിയുപ്പ്, നമ്മൾ പൊടിക്കുന്ന ഉപ്പാണ്, അല്ലാതെ അയോഡൈസ്ഡ് എന്നും പറഞ്ഞൊക്കെ ഇപ്പോൾ വിഷ ഉപ്പുണ്ടാവുന്നതല്ല. ഉപ്പ് വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട്
ഇതെല്ലാം കൂടെ ഇളനീര് വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ അരച്ച് ശരീരത്തൊക്കെ പുരട്ടി കുറച്ച് സമയം നിന്നിട്ട് വാഷ് ചെയ്ത് കളയുക. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയൂ ഇത് ഫലപ്രദമാണോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവർക്കും ഒരു സുദിനം കൂടി നേരുന്നു, ഒരു സുപ്രഭാതം കൂടി നേരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടോ, കഴിക്കാൻ തുടങ്ങിയോ? എനിക്കിന്ന് പുട്ടും ചെറുപയർ കറിയുമാണ്. പുട്ടും ചെറുപയർ കറി. ചെറുപയർ അടുപ്പത്തിരിക്കുന്നു. പുട്ട് നനച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിക്കൽ കൂടി ഈ ചൂടിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷിയും ഒക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, സ്നേഹം അറിയിക്കുന്നു. വെയിലത്തൊന്നും ആരും ഇറങ്ങിപ്പോകരുത്, കുടയില്ലാതെ നടക്കരുത്. കൂടെ വെള്ളം കുടിക്കണം. ഐസ് വാട്ടറൊന്നും എടുത്ത് കുടിക്കരുത്, അത് വളരെ മാരകമാണ്. ഫ്രൂട്ട്സൊക്കെ കഴിയുന്നിടത്തോളം കഴിക്കാൻ ശ്രമിക്കണം. കോഴിമുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചൂടത്ത് ഒഴിവാക്കുക. നിങ്ങളൊരു വെജിറ്റേറിയനായി തീരാൻ ഈ ചൂട് കാലത്ത്, അല്ലാത്തപ്പം നമ്മുടെ ഭക്ഷ്യ സംസ്കാരം ഓരോ രീതിയല്ലേ. ഈ ചൂട് കാലത്ത് കഴിവതും നോൺ ഒഴിവാക്കുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു സുപ്രഭാതം നേരുന്നു. താങ്ക് യു സോ മച്ച്.